അസ്സലാമു അലൈക്കും. ഒരു ചെറിയ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ മക്കളെ നിങ്ങളെ ലൈഫ് അടിപൊളിയാവും. സീരിയസ് ആയി പറയാം, നമ്മളെ അനുഭവത്തിൽ നിന്ന് പറയുന്ന ഒരു കാര്യമാണ് എക്സ്പെക്ടേഷൻ. ഈ ഒരു സംഭവം നിങ്ങൾക്ക് മാക്സിമം കൺട്രോൾ ചെയ്യാൻ കഴിയോ, അല്ലെങ്കിൽ പരമാവധി ഒഴിവാക്കാൻ കഴിയോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ലൈഫ് അടിപൊളിയാണ്. സീരിയസ് ആയി പറയാം, ഒരാൾക്ക് നിങ്ങളൊരു കാര്യം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ആ ആള് എന്നോട് ഇങ്ങനെ പറയണം, അല്ലെങ്കിൽ ആ ആള് എനിക്ക് ഇന്ന കാര്യം ചെയ്തു തരും. അങ്ങനത്തെ ഒരു ഫീലില് നിങ്ങൾ ഒരാൾക്ക് ഒരു കാര്യം അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുക, എന്തെങ്കിലും പ്രവൃത്തി ചെയ്തു കൊടുത്താല് ആ ആള് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നിങ്ങൾ വിചാരിച്ച രീതിക്ക് നിങ്ങളോട് റിയാക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഫീലാവും. സീരിയസ് ആയി പറയാം, ഭയങ്കര ഫീലാവും. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് മാക്സിമം ഈ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞ സംഭവം കുറയ്ക്കാൻ നോക്കുക. ഒരാൾക്ക് നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ ഒന്നും വിചാരിക്കണ്ട, ഓക്കെ ഞാൻ ചെയ്തു കൊടുത്ത്, അയാൾ ഇനിയിപ്പോ എന്ത് വിചാരിച്ചില്ലെങ്കിൽ എങ്ങനെ എന്നോട് റിയാക്ട് ചെയ്താലും ഞാൻ ഹാപ്പിയാണ്, അങ്ങനെ വിചാരിച്ചാൽ മതി. അതല്ലാതെ നമ്മളൊരു കാര്യം ചെയ്തു കൊടുത്തിട്ട് ആളിനോട് ഇങ്ങനെ തന്നെ പറയണം, ഇങ്ങനെ തന്നെ അയാൾ എന്നോട് ചെയ്യണം, ആ കാര്യം ആ ചെങ്ങായി ചെയ്തിട്ടില്ലെങ്കിൽ പൊന്നു മോനെ അപ്പുണ്ടാവുന്ന ഒരു ഇടങ്ങേറുണ്ടല്ലോ, വല്ലാത്ത ഇടങ്ങേറാവും. കാരണം നമ്മളെ മനസ്സാകണ്ട് വിങ്ങിപ്പൊട്ടും. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമ്മളെ ലൈഫ് അങ്ങോട്ട് ആകെ ഡൗൺ ആവും. അപ്പൊ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ഒരാൾക്ക് എന്ത് കാര്യം ചെയ്തു കൊടുക്കുക പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് ജസ്റ്റ് ഫ്രീ മൈൻഡിൽ ഓക്കെ കൊടുത്തു, അപ്പൊ അയാൾ അതിന്റെ പ്രതിഫലം എന്ത് ചെയ്യും, നല്ലത് ചെയ്യും, ചിലപ്പം തരും. നിങ്ങളെ എക്സ്പെക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നല്ലത് കിട്ടിയതരില്ല. പക്ഷെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാതെ ആൾക്ക് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു റെസ്പോൺസ് ആളേക്കൊന്ന് കിട്ടും. അപ്പൊ നിങ്ങളെ ലൈഫ് എന്താവും, അടിപൊളിയാവും. അതുകൊണ്ട് മാക്സിമം എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞ ഈ സംഭവം അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളെ ലൈഫ് അൽഹംദുലില്ലാഹ് റാഹത്താവും. ഓക്കെ.